2000 കാലഘട്ടങ്ങളിലെ മലയാള സിനിമകളുടെ പേര് കേട്ടാൽ പോലും മനസ്സ് നേരെ പഴയ കാലത്തേക്ക് പോകും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2001 പുറത്തിറങ്ങിയ ഒരു ക്ലാസിക് കോമഡി ഡ്രാമ സിനിമയിലെ ഓരോ കഥാപാത്രത്തെയും അവർ അവതരിപ്പിച്ച താരങ്ങൾ അവരുടെ 2001ലെയും 2026ലെയും പ്രായമാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് കാക്കക്കുയിലാണ്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ അവസാനമായിട്ട് ടി വിയിൽ കണ്ടത് എപ്പോഴാണ് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് ടി വിയിലാണോ അതോ OTTയിലാണോ അതോ യൂട്യൂബിലാണോ തീർച്ചയായിട്ടും മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് 2001 ഈ സിനിമ റിലീസായപ്പോൾ നിങ്ങൾ ഏത് ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ഈ സിനിമ കണ്ടത് തിയേറ്ററിൽ തന്നെയാണോ അതോ ടി വിയിൽ വന്നതിന് ശേഷമാണോ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ടുള്ളത് നമ്മുടെ ഇതിലുള്ളത് രമ്യ കൃഷ്ണനാണ്. രമ്യ കൃഷ്ണൻ ഈ സിനിമയിൽ ഒരു പാട്ടിലായിരുന്നു ക്യാമിയോ റോളായിട്ട് വന്നിരുന്നത്. ആ സിനിമയിൽ വരുമ്പോൾ രമ്യ കൃഷ്ണൻ്റെ പ്രായമെന്ന് പറയുന്നത് 31 ഇപ്പോൾ രമ്യ കൃഷ്ണൻ്റെ പ്രായം 55 ആണ്. അടുത്തത് ശ്വേതാ മേനോനാണ്. ശ്വേതാ മേനോനും രമ്യ കൃഷ്ണനെ പോലെ മറ്റൊരു പാട്ടിൽ ക്യാമിയോ റോളിൽ വന്നിരുന്നു. ഈ സിനിമയിൽ വന്നിരുന്നപ്പോൾ ശ്വേതാ മേനോൻ്റെ പ്രായം 24 ഇപ്പോൾ ശ്വേതാ മേനോൻ്റെ പ്രായം 51 ആണ്. അടുത്തത് ഷാനൂർ സനയാണ്. ഈ ഒരു സിനിമയിൽ ശിവരാമൻ, അതായത് നമ്മുടെ മോഹൻലാലിൻ്റെ സിസ്റ്ററായിട്ടായിരുന്നു ഷാനൂർ സന അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഷാനൂർ സനയുടെ പ്രായം 30 ഇപ്പോൾ ഷാനൂർ സനയുടെ പ്രായം 54 ആണ്. അടുത്തത് വള്ളത്തോൾ ഉണ്ണികൃഷ്ണനാണ്. തമ്പുരാൻ്റെ മരുമകനായിട്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്, അതായത് നമ്മുടെ നെടുമുടി വേണുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 67 2013 അദ്ദേഹം 87 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് അമ്പലപ്പുഴ രാജുവാണ്. ഈ ഒരു സിനിമയിൽ ഒരു കടക്കാരനായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്, അതായത് ഒരു ഷോപ്പ് ഓണറായിട്ട്. ഈ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 54 ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 78 ആണ്. അടുത്തത് അജയൻ അടൂരാണ്. ഈ സിനിമയിൽ ഒരു ഡോക്ടറായിട്ടാണ് അഭിനയിച്ചിരുന്നത് അജയൻ അടൂർ. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 39 ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 63 ആണ്. അടുത്തത് ജെയിംസ് സ്റ്റാലിനാണ്. ജെയിംസ് സ്റ്റാലിൻ ഈ സിനിമയിൽ രാമേട്ടൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 47 അദ്ദേഹം 2016 62 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് TP മാധവനാണ്. DYSP മാധവ് വർമ്മ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ TP മാധവൻ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 64 2024 88 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് മങ്ക മഹേഷ് ആണ്. മങ്ക മഹേഷ് ഈ സിനിമയിൽ ദേവൂട്ടി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. നമ്മുടെ തമ്പുരാൻ്റെ മകളായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം 39 ഇപ്പോൾ അവരുടെ പ്രായം 63 ആണ്. അടുത്തത് സുചിത്ര മുരളിയാണ്. മാധവൻ്റെ, അതായത് നമ്മുടെ TP മാധവൻ്റെ മകളായിട്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം 26 ഇപ്പോൾ അവരുടെ പ്രായം 50 ആണ്. അടുത്തത് പൂർണിമ ആനന്ദാണ്. പൂർണിമ ആനന്ദും തമ്പുരാൻ്റെ മറ്റൊരു മകളായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പൂർണിമ ആനന്ദിൻ്റെ പ്രായം 37 ഇപ്പോൾ പൂർണിമ ആനന്ദിൻ്റെ പ്രായം 61 ആണ്. അടുത്തത് അഗസ്റ്റിനാണ്. അഗസ്റ്റിൻ രാമവർമ്മ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അഗസ്റ്റിൻ്റെ പ്രായം 44 2013 അഗസ്റ്റിൻ 58 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് ഷാലു മേനോനാണ്. ഷാലു മേനോൻ ഈ സിനിമയിൽ ശാലിനി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഷാലു മേനോൻ്റെ പ്രായം 18 ഇപ്പോൾ ഷാലു മേനോൻ്റെ പ്രായം 42 ആണ്. അടുത്തത് സുകുമാരിയാണ്. സുകുമാരി സാവിത്രി അമ്മ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സുകുമാരിയുടെ പ്രായം 61 2013 73 വയസ്സിൽ സുകുമാരി അന്തരിച്ചു. അടുത്തത് സുജേത ഖന്നയാണ്. സുജേത ഖന്ന ഈ സിനിമയിൽ എലീന എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സുജേത ഖന്നയുടെ പ്രായം 34 ഇപ്പോൾ സുജേത ഖന്നയുടെ പ്രായം 58 ആണ്. അടുത്തത് അർസു ഗോവിത്രികാറാണ്. അർസു ഗോവിത്രികാർ ഈ സിനിമയിൽ രാധിക മേനോൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം 28 ഇപ്പോൾ അവരുടെ പ്രായം 52 ആണ്.
അപ്പോൾ ഈ സിനിമയിൽ നിങ്ങളുടെ ജഗതി, ഇന്നസെൻറ്റ്, മുകേഷ് കോമ്പിനേഷൻ ഇന്നത്തെ സിനിമകളിൽ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ സിനിമകളിലെ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോമഡി സീൻ ഏതാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ സിനിമയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച കഥാപാത്രം ആരായിരുന്നു? അത് ജഗതി ആയിരുന്നോ, അതോ ഇന്നസെൻ്റ് ആയിരുന്നോ, അതോ മുകേഷ് ആയിരുന്നോ? തീർച്ചയായിട്ടും മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സിനിമ നിങ്ങൾ അവസാനമായി കണ്ടത് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ ഇന്നത്തെ കാലത്ത് ഈ ഒരു സിനിമ 4Kയിൽ റിലീസായിട്ട് തിയേറ്ററിൽ വന്നാൽ നിങ്ങൾ വീണ്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുമെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് കവിയൂർ പൊന്നമ്മയാണ്. ഈ സിനിമയിൽ സേതുലക്ഷ്മി ബായി തമ്പുരാട്ടി എന്നൊരു കഥാപാത്രമായിരുന്നു കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കവിയൂർ പൊന്നമ്മയുടെ പ്രായം 56 ആയിരുന്നു. 2024 79 വയസ്സിൽ കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. അടുത്തത് ജഗദീഷാണ്. ഈ സിനിമയിൽ ടൂട്ടി മാത്യൂസ് എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ജഗദീഷ് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 46 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 70 ആണ്. അടുത്തത് കൊച്ചിൻ ഹനീഫയാണ്. തോമസ് മാത്യു എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ കൊച്ചിൻ ഹനീഫ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കൊച്ചിൻ ഹനീഫയുടെ പ്രായം 49 ആയിരുന്നു. അദ്ദേഹം 2010 58 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് ജഗതി ശ്രീകുമാറാണ്. അഡ്വക്കേറ്റ് നമ്പീശൻ എന്നൊരു കഥാപാത്രമായിരുന്നു ജഗതി ശ്രീകുമാർ ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 50 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 74 ആണ്. അടുത്തത് ഇന്നസെൻ്റ് ആണ്. പൊതുവാൾ എന്നൊരു കഥാപാത്രമായിരുന്നു ഇന്നസെൻ്റ് ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇന്നസെൻറ്റിൻ്റെ പ്രായം 53 ആയിരുന്നു. 2023 75 വയസ്സിൽ ഇന്നസെൻ്റ് അന്തരിച്ചു. അടുത്തത് നെടുമുടി വേണുവാണ്. നെടുമുടി വേണു ഈ സിനിമയിൽ തമ്പുരാൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നെടുമുടി വേണുവിൻ്റെ പ്രായം 53 ആയിരുന്നു. 2021 നെടുമുടി വേണു 73 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് മുകേഷാണ്. ഗോവിന്ദൻകുട്ടി എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ മുകേഷ് അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മുകേഷിൻ്റെ പ്രായം 44 ആയിരുന്നു. ഇപ്പോൾ മുകേഷിൻ്റെ പ്രായം 68 ആണ്. അടുത്തത് മോഹൻലാലാണ്. മോഹൻലാൽ ഈ സിനിമയിൽ ശിവരാമൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. കൂടാതെ കുഞ്ഞുണ്ണി എന്നൊരു കഥാപാത്രം കൂടി അഭിനയിച്ചിരുന്നു. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മോഹൻലാലിൻ്റെ പ്രായം 41 ആയിരുന്നു. ഇപ്പോൾ മോഹൻലാലിൻ്റെ പ്രായം 65 ആണ്. അടുത്തത് സുനിൽ ഷെട്ടിയാണ്. സുനിൽ ഷെട്ടി ഈ സിനിമയിൽ ഒരു ക്യാമിയോ റോളിൽ അഭിനയിച്ചിരുന്നു. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സുനിൽ ഷെട്ടിയുടെ പ്രായം 40 ആയിരുന്നു. ഇപ്പോൾ സുനിൽ ഷെട്ടിയുടെ പ്രായം 64 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയിലെ താരങ്ങളുടെ ഇപ്പോഴത്തെയും അപ്പോഴത്തെയും പ്രായവും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.